ഒന്ന് വഴിമാറി കൊടുക്കട്ട. ആലിമുലെല്ലാം വരുന്നുണ്ട്, ജമാൽ സിദ്ദീഖി വേദിയിലേക്ക് കടന്നു വരട്ടെ, വഴിമാറി കൊടുക്ക്. ആരും തിക്കും തിരക്കും ഉണ്ടാക്കരുത്, എല്ലാവർക്കും ബർക്കത്തെടുക്കാനുള്ള അവസരം തരാം. ആരും തിക്കും തിരക്കും ഉണ്ടാക്കരുത്. ജമാൽ സിദ്ദീഖി പുതിയ ഫത്വ കമ്മിറ്റി അംഗമാണ്, ആലിമുൽ അല്ലാമയാണ്. കേരളക്കര ഈ പണ്ഡിതനെ അറിയാതെ പോയതിൽ കേരളമേ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. നഷ്ടം വീണ്ടെടുക്കാൻ ശ്രമിക്കണേ. അതുകൊണ്ട് മഹല്ലുകളും പള്ളികളൊക്കെ പുതിയ ഫത്വക്കാരനെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഉടൻ ബന്ധപ്പെടുക. ജമാൽ സിദ്ദീഖിയുമായി ബന്ധപ്പെട്ട് പുതിയ ഫത്വകൾ നിങ്ങൾക്ക് സപ്ലൈ ചെയ്ത് തരുന്നതാണ്. പുതിയ ഒരു ഫത്വയാണ്, ഇസ്ലാമിൽ ബലിയറുക്കല് നിർബന്ധമില്ല, അതുകൊണ്ട് ബലി പെരുന്നാളിന് ആരും ബലിയറുക്കാൻ പാടില്ല. അതായത് പണ്ഡിതൻ ഉദ്ദേശിച്ചത് എന്താണ്? സുന്നത്തായ കാര്യങ്ങൾ, നിർബന്ധമായ കാര്യങ്ങളെ ഇസ്ലാമിൽ ചെയ്യേണ്ടതുള്ളൂ. സുന്നത്തായ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല എന്ന് മാത്രമല്ല, ചെയ്യാൻ പാടില്ല. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതൻ ഉദ്ദേശിച്ചത്. സുന്നത്തായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതായത് പെരുന്നാൾ നിസ്കാരം സുന്നത്താണ്, നിസ്കരിച്ചു പോകരുത്. നിസ്കരിക്കേണ്ടതില്ല എന്നല്ല, നിസ്കരിക്കാൻ പാടില്ല. ജമാൽ സിദ്ദീഖി അൽ ആലിമുൽ അല്ലാമയുടെ ഫത്വയാണ്. വിവാഹം കഴിക്കൽ ഇസ്ലാമില് സുന്നത്താണ്, കഴിച്ചു പോകരുത്. ഫത്വയാണ്, പുതിയ ഫത്വയാണ്. അതുപോലെ സുന്നത്തായ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല, നിർബന്ധമായത് മാത്രമേ ചെയ്യാവൂ. ഇതാണ് പുതിയ ഫത്വ. പക്ഷെ ഇവിടെ ഒരു സംശയമില്ലായ്മല്ല. എന്തേ? ബിസിനസ്സിന് എന്തോ തകരാറ് സംഭവിച്ചോ എന്ന്. ഒരുപാട് എക്സ്പോർട്ടിങ് നടക്കുന്നുണ്ടല്ലോ. ഏത്? ഈ കാളനറുത്തിട്ടേ, പശുവിനറുത്തിട്ടുള്ള മാംസം, ബീഫ് നന്നായിട്ട് കയറ്റി വിടുന്നുണ്ട് വിദേശത്തേക്ക്. ആര്? ഈ പണ്ഡിതന്റെ അനുയായികളെ. അപ്പൊ ഈ ബലി പെരുന്നാൾ എന്തോ ഒരു കുറവ് സംഭവിച്ചോ എന്ന് സംശയമില്ലായ്മല്ല. പക്ഷെ പണ്ഡിതൻ ഉദ്ദേശിച്ചത് അതൊന്നുമല്ല കേട്ടോ. പക്ഷെ പണ്ഡിതൻ പറഞ്ഞതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അത് പത്രക്കാര് കൊടുത്തപ്പോൾ തെറ്റിപ്പോയതാവും. പണ്ഡിതന് പ്രശ്നമൊന്നുമില്ല. എന്തേ? പണ്ഡിതന് പ്രശ്നമൊന്നുമില്ല, പത്രക്കാര് കൊടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചതാവും. ഉളുഹിയത്തറക്കല്, ബലിയറക്കല് സുന്നത്ത് മാത്രമല്ല, നിർബന്ധാവുന്ന സാഹചര്യങ്ങളുണ്ട്. രണ്ട് വിധിയാണ് ഉളുഹിയത്തിന്, സുന്നത്തുണ്ട്, നിർബന്ധമുണ്ട്. ആ നിർബന്ധം എന്നത് ഒന്നുകിൽ പണ്ഡിതന് വിശദീകരിക്കാൻ സമയം കിട്ടായ്മ, അല്ലെങ്കിൽ പത്രക്കാർ കൊടുത്തത് തെറ്റിപ്പോയതാണ്. എന്തായാലും വഴിമാറി കൊടുക്കുക. പണ്ഡിതൻ ഇങ്ങ് കടന്നു വന്നോട്ടെ. പണ്ഡിതന് വേണ്ട സ്വീകരണം എല്ലാം കൊടുക്കാൻ എല്ലാവരും തയ്യാറാവും.